ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂസ് എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. അതിനകത്ത് നമ്മൾ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി നേരത്തെ നമ്മുടെ ഗെറ്റ് മെത്തേഡ് ആക്ച്വലി നമുക്കറിയാം എല്ലാ ഐറ്റംസിനെയും ഗെറ്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഐറ്റം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഗെറ്റ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ്, അതായത് പോസ്റ്റ് മെത്തേഡും അപ്ഡേറ്റ് ഒക്കെ എങ്ങനെയാണ്, പോസ്റ്റ് അല്ല ഡിലീറ്റ് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം പോസ്റ്റ്മാൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഗെറ്റ് മെത്തേഡ് നോക്കാം. അതിന് മുമ്പ് ആക്ച്വലി നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് നമ്മുടെ ഇൻഡെക്സ് പേജിലേക്ക് പോയാലാണ് ഈ പറയുന്ന ഗെറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ URLs നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ URLs എടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട, ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് എന്താ പറയുക, URLs, അതായത് നമ്മുടെ ഹോം പേജ് ഇൻഡെക്സ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസിനെയും ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് നോക്കാം. അത് സെർവർ അവിടെ റണ്ണിങ് ആണ്. ഇത് നമ്മുടെ ഹോം പേജ് ആണ്. ഹോം പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തു. ഇവിടെ പ്രിറ്റി ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാ ഐറ്റംസിനും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ID ഉൾപ്പെടെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ, നമുക്കൊരു പുതിയൊരു ഇതും കൂടി ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് URL / എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതായത് ഗെറ്റ് ഒബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. URLs വരുന്നു. ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് അൺകമൻറ്റ് ചെയ്യാം. അതായത് ഗെറ്റ് ഒബ്ജക്റ്റ് /ID നമ്മൾ സാധാരണ ജാങ്കോയിൽ URL സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക. അപ്പോൾ പിന്നെ /ID എന്ന് പറഞ്ഞ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നോക്കി അറിയാം സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. /get_object/ അതിനപ്പുറത്തൊരു ID 1 11 എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് URLs സെറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ വ്യൂസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗെറ്റ് മെത്തേഡാണ്. ആക്ച്വലി അത് ഗെറ്റ് മെത്തേഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു, ഏത് മെത്തേഡാണോ ആ മെത്തേഡിന്റെ പേരിൽ നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതണം. ആ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഇപ്പൊ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ കാണിക്കുള്ളൂ. കാര്യം എന്താ പറയുക, ടൈപ്പ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ID നോട്ട് ഫൗണ്ട് എന്നോ അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ആർഗ്യുമെന്റ് ID പാസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. കാര്യം ഇവിടെ ID കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ID = നണ്ണ് കൊടുക്കും. നണ്ണ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ഡിഫോൾട്ട് ഇത് നണ്ണായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും ഗെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ID കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ID കൊടുക്കാത്ത സമയത്ത് നണ്ണായിട്ട് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ അതൊരു എറർ ആണ് കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് ID നണ്ണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്കറിയാം ഇഫ് ID ഈസ് നോട്ട് നൺ എന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞു എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ജസ്റ്റ് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ID നൺ അല്ല എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ID നൺ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രൊഡക്റ്റ് PRDS = self.model.objects.get. ഓക്കെ, ഗെറ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ filter.first എന്ന് കൊടുക്കാം. filter ID = ID.first. ഓക്കെ, കൊടുത്തു. അല്ലാത്ത പക്ഷം എൽസ് കേസിലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ വേറെ കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. ഇവിടെ നോക്കി അറിയാം many = true എന്നാണ്. അതായത് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ പക്ഷേ many = false ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഹോം പേജ് ഇവിടെ അല്ല, ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇൻഡെക്സ് പേജ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇൻഡെക്സ് പേജും സെയിം ഫംഗ്ഷൻ തന്നെയാണ് കോൾ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. പ്രിന്റ് കൊടുത്തിട്ട് ഫംഗ്ഷൻ കോൾഡ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്ത് നമുക്ക് നേരത്തെ അതേ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി അറിയാം ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞു വന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി പുതിയ ഇവിടെ വരുന്നു. ഞാൻ 1 കൊടുത്തു, സെൻഡ് കൊടുത്ത സമയത്ത് എനിക്ക് ആ പർട്ടിക്കുലർ ഐറ്റം മാത്രം വന്നു. iPhone 14 അതിൻ്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ നോക്കി അറിയാം, അതിൻ്റെ ID 1 ആണ്. ഓക്കെ, 2 നമുക്ക് നോക്കാം. 2 നോക്കണമെങ്കിൽ 2 നോക്കാം, സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ഐറ്റം കിട്ടുന്നു. നമ്മുടെ ടെർമിനൽ നോക്കി അറിയാം ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർ ഐറ്റം മാത്രം ഗെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സോൾവ് ചെയ്യണം. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പം നമുക്കിവിടെ നോക്കി അറിയാം എല്ലാ IDസും ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല. അതായത് കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 കഴിഞ്ഞാൽ പിന്നെ 11 ഉള്ളൂ. ഓക്കെ, 11 ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 എന്ന് പറഞ്ഞൊരു ID കൊടുക്കുകയാണെന്നുണ്ട്, എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ. ഓക്കെ, 10 എന്ന് പറഞ്ഞു കൊടുത്തു, സെൻഡ് ചെയ്തു. ഇപ്പൊ നോക്കി അറിയാം ഇപ്പൊ ഡാറ്റ പ്രത്യേകിച്ച് വരുന്നില്ല. കാര്യം അങ്ങനത്തെ ഒരു ഡാറ്റ ഇല്ലാത്ത സമയത്ത് അത് എന്താ പറയാ, ഓക്കെ നള്ളെന്ന് പറഞ്ഞു വരുള്ളൂ. അപ്പൊ ഇത്തരം സമയത്ത് ഇതിന് പകരം ഇപ്പൊ 200 എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പൊ പേജ് നോട്ട് ഫൗണ്ട് 404 എറർ എന്ന് പറഞ്ഞ് കാണിക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്താ നോ ഡാറ്റ ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പൊ നമുക്ക് ഇത്രയും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. സോ അത് നിങ്ങൾ അതിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി ഡിലീറ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതേ സംഭവം തന്നെ ഇവിടെ ഞാൻ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഇവിടെ ഇല്ല.
ജസ്റ്റ് അതിന് മുമ്പ് വേറൊരു മെത്തേഡും കൂടി നമുക്ക് ഇതിനകത്ത് എഴുതേണ്ടതായിട്ടുണ്ട്. അതായത് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഗെറ്റ് അണ്ടർസ്കോർ ഒബ്ജക്റ്റ്, എന്നിട്ട് അതിനുള്ളിൽ സെൽഫ് കോമ ID മാത്രം കൊടുത്താൽ മതി. അതായത് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല, എങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടതിനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതും. അതിനാണല്ലോ ഫംഗ്ഷൻ പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ആയിട്ട് ആവശ്യം വരുന്ന കോഡുകളെല്ലാം ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് ആ ഫംഗ്ഷൻ മാത്രം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുക. നമുക്ക് അറിയാലോ. അപ്പോൾ ഇവിടെ പല സമയത്ത് ഈ പറയുന്ന ഗെറ്റ് ഒബ്ജക്റ്റ് ആവശ്യം വരാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ആക്ച്വലി നമ്മൾ ഗെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തത്. ഇതേ സാധനം ഇവിടെ ആവശ്യം വരും. അതുപോലെ തന്നെ ഡിലീറ്റിന് വേണ്ടി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്നത് എടുക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ ഇത് കൊടുത്തു. അതിനുശേഷം എന്താ കൊടുക്കുക, നമുക്ക് ട്രൈ ക്യാച്ചിനകത്തേ കൊടുക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ അറിയാം, എഫിഷ്യൻസി എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഇല്ലാത്തൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരുത്തണം, ഒരു എന്താ പറയുക, എറർ റേസ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഇവിടെ കൊടുക്കുകയാണ് റിട്ടേൺ സെൽഫ് ഡോട്ട് മോഡൽ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്ററിന് വേണ്ടി കൊടുക്കും, ഗെറ്റ് എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ കൊടുക്കാം. ഫിൽറ്റർ ID = ID ഡോട്ട് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആ സംഭവം എടുക്കും. അല്ലാത്ത സമയത്ത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സെൽഫ് ഡോട്ട് മോഡൽ ഡോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. മോഡൽ ഡോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റേസ് HTTP 404, അതായത് 404 എറർ റേസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു ഇതായിട്ട് കാണിക്കുന്നുണ്ട്, അതായത് നോട്ട് ഇമ്പോർട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാണിംഗ് പോലെ കാണിക്കുന്നുണ്ട്. നമുക്കൊരു മൊഡ്യൂളും കൂടി ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. അതായത് ഫ്രം Django ഡോട്ട് HTTP, റെസ്റ്റ് ഫ്രെയിംവർക്കിൽ നിന്നല്ല, ജാങ്കോയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് HTTP 404 HTTP 404. അപ്പോൾ ആ ഇഷ്യൂടെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിലീറ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിലീറ്റ് നമുക്ക് ഈ സാധനം മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിവേ അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി നമുക്കിവിടെ ഡിലീറ്റ് ഫംഗ്ഷൻ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഡെഫ് ഡിലീറ്റ് സെൽഫ് കോമ റിക്വസ്റ്റ്. ഓക്കെ, റിക്വസ്റ്റ് മാത്രം പോരാ, നമുക്ക് ഐഡിയും കൂടി വേണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് = സെൽഫ് ഡോട്ട് ഗെറ്റ് ഒബ്ജക്റ്റ്, ഗെറ്റ് അണ്ടർസ്കോർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് കോൾ ചെയ്യണം. അതിനകത്തേക്ക് ID പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മൾ സാധാരണ മറ്റേ ജാങ്കോയിൽ ചെയ്യുമല്ലോ ഡിലീറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഡിലീറ്റ് എന്നിട്ട് റിട്ടേൺ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എന്തെങ്കിലും നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു JSON ഫോർമാറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഒബ്ജക്റ്റ് ഡിലീറ്റഡ് എന്ന് മാത്രം കൊടുത്തു. സ്റ്റാറ്റസ് = HTTP 200 സ്റ്റാറ്റസ് ഡോട്ട് HTTP 200 ഓക്കെ എന്ന് തോന്നുന്നു. നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, കൊടുത്തു. ഡിലീറ്റ് മെത്തേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ URLs വരുമ്പോൾ നമുക്കറിയാം അതിന് പറ്റിയ ഒരു URL തന്നെ കൊടുക്കണം. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാൻ തൽക്കാലം കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഗെറ്റ് ഒബ്ജക്റ്റ് മാറ്റി ഞാൻ ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. DLETE. ആക്ച്വലി ഇത് കൊടുത്താലും വർക്ക് ചെയ്യും, ഇത് കൊടുത്താലും എന്താ പറയുക, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നമ്മളവിടെ ഫംഗ്ഷൻ ഗെറ്റ് മെത്തേഡിന് അവിടെ ഡിലീറ്റ് മെത്തേഡ് കൊടുത്താലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് കൊടുക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. എങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുത്തു നോക്കാം. ഡിലീറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് മാറ്റി നോക്കാം. ഓക്കെ, ഇത് മാറ്റി ഞാനിവിടെ ഡിലീറ്റ് ആക്കുകയാണ്. ഡിലീറ്റ് ആക്കിയിട്ട് ഞാനിവിടെ ഒന്നാമത്തെ നമുക്ക് ഐഫോൺ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സെൻഡ് കൊടുക്കുന്ന ഒബ്ജക്റ്റ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. നമ്മളിവിടെ ഇവിടെ ചെന്ന് നോക്കി അറിയാം, പ്രൊഡക്ട്സിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള മൗസാണ്. മൗസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഡിലീറ്റ് എന്ന് പറയുന്നത് delete/1 2. ഓക്കെ, 2 എന്ന് പറഞ്ഞത് കൊടുത്തു, സെൻഡ് കൊടുത്തു. സെയിം സാധനം തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അപ്ഡേറ്റ് മെത്തേഡും വരുന്നത്. ഓക്കെ, അപ്ഡേറ്റ് വരുന്നതും ഇതേപോലെ തന്നെയാണ്. നമ്മൾ സീരിയലൈസർ എടുക്കും, സീരിയലൈസർ സേവ് ചെയ്യുന്നു. എന്താ പറയുക, സീരിയലൈസർ സേവ് ചെയ്യല്ല, സീരിയലൈസർ വാലിഡ് ആണോ നോക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യല്ലോ, സേവ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൂഗിളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ 10 മിനിറ്റിനടുത്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയുടെ നിർത്താം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ മെത്തേഡും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിനെ കോൾ ചെയ്യുക. അതായത് ഇവിടെ
ഏത് മെത്തേഡാണ് നമ്മളിവിടെ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഡിലീറ്റ് ഇപ്പോൾ കൊടുത്തു. ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യും. അപ്ഡേറ്റ് കൊടുത്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മിക്കവാറും നമ്മൾ അടുത്ത വീഡിയോ മിക്കവാറും നമ്മൾ ഒതൻറ്റിക്കേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആയതുകൊണ്ട് തന്നെ ഒതൻറ്റിക്കേഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നല്ല കണ്ടന്റുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.